കൺവെൻഷണലായിട്ടുള്ള ചില രീതികളുണ്ട്. അതായത് കഞ്ഞി നന്നായിട്ട് വെന്ത് തെറ്റിയ കഞ്ഞി, കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച രീതിയിൽ, വളരെ എരിവ് കുറഞ്ഞ രീതിയിലുള്ള ചമ്മന്തി, നന്നായിട്ട് വെന്ത് തെറ്റിയ അവിയൽ പോലുള്ള സാധനങ്ങൾ, പുളിങ്കറി, ഈ സ്പൈസസ് എല്ലാം ചേർത്ത കുരുമുളകും ഈ കറിവേപ്പിലയും മഞ്ഞളും ഒക്കെ ചേർത്ത ഈ സാധനങ്ങൾ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ അസുഖം വരുമ്പോഴും അല്ലാത്ത അവസ്ഥയിലുമൊക്കെ നമ്മുടെ ശരീരത്ത് ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് അനുഭവപ്പെടാറുണ്ട്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് അനുഭവപ്പെടുമ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫ്രീ റാഡിക്കലുകളും ഒക്കെ സന്തുലിതമായ ഒരവസ്ഥയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഗട്ട് മൈക്രോഫ്ലോറയ്ക്ക് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖത്തിൽ നിന്ന് പെട്ടെന്നൊരു വിമോചനവും വിമുക്തിയുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരം ഒരു ആഹാര രീതി നിഷ്കർഷിക്കുന്നത് എന്നറിയുക. പണ്ട് ഈ ബാർലരി വെള്ളം കുടിക്കുന്നതും ഇതുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ബാർലരിയുടെ ടേസ്റ്റ് പലർക്കും ഒരു വൊമിറ്റിംഗ് ഫീലിംഗ് ഉണ്ടാക്കും. ഈ ഒരുപാട് കട്ടൻ ചായയും ബ്രെഡും റസ്ക്കും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചാലും ഗ്യാസ്ട്രിക് മൈക്രോഫ്ലോറയുടെ pH വേരിയേഷൻ ഉണ്ടാക്കിയിട്ട് വൊമിറ്റിങ്ങും ഗ്യാസ്ട്രിക് അപ്സെറ്റ്സും ഒക്കെ കൂടും, തലവേദനയും ഉണ്ടാകും, പിന്നെ വയറ് കമ്പിക്കൽ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ബെനിഫിഷ്യറി മൈക്രോഫ്ലോറയെ പെട്ടെന്ന് നശിപ്പിക്കുകയും ഈ ഹാർംഫുൾ മൈക്രോഫ്ലോറയെ ഫ്ലറിഷ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു സംഗതി. നേരെ മറിച്ച് ഈ ഫ്രീ റാഡിക്കലും ഈ ആൻറ്റി ഓക്സിഡൻസും യഥേഷ്ടം അടങ്ങിയിട്ടുള്ള നമ്മുടെ കൺവെൻഷണൽ സ്പൈസസും കോണ്ടിമെൻസും ഒക്കെ ചേർന്ന ഈസിലി പലേറ്റബിൾ ആയിട്ടുള്ള എളുപ്പം ദഹിക്കുന്ന രീതിയിൽ വെന്ത് വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ കൂടെ ചൂട് ബോഡി ടെമ്പറേച്ചർ, ഒരു യൂറിൻ ടെമ്പറേച്ചറുള്ള രീതിയിൽ കഴിക്കുന്നത് പെട്ടെന്ന് ഈ പകർച്ചവ്യാധികളിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് വ്യക്തിയെ പ്രാപ്തനാക്കും എന്ന് നമ്മൾ ഓരോരുത്തരും അറിയുക.